ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ ഇന്നൊരു ഗ്രാനി സ്ക്വയറാണ് ചെയ്യാൻ പോണത്. ഗ്രാനി സ്ക്വയർ വെച്ചിട്ടൊരു മണി പൗച്ച്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഞാൻ യാൺ സൈസിനനുസരിച്ച് 5mm ഹുക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ യാണിനനുസരിച്ച് ഇതിങ്ങനെ കൂട്ടാം കുറയ്ക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മാജിക് റിംഗ് ആണ്. മാജിക് റിംഗ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നടുക്കിയിരിക്കുന്ന പോർഷൻ ഒട്ടും ഹോളില്ലാതെ നന്നായിട്ട് ക്ലോസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാജിക് റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ 3 ചെയിൻ ചെയ്യാം. 1 2 3. അത് കഴിഞ്ഞിട്ട് ഈ റിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ 15 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അങ്ങനെ 15 ഡബിൾ ക്രോഷ്യ റിങ്ങിൻ്റെ ഉള്ളിൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് ഒരു 16 സ്റ്റിച്ചസ് കിട്ടും. അപ്പോൾ നമ്മുടെ ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ചെറിയ യാണില്ലേ അത് നന്നായിട്ട് പുള്ള് ചെയ്യാം. നന്നായിട്ട് പുള്ള് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സെൻറ്റർ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് വരും. മാക്സിമം സെൻറ്ററിൽ ഹോളില്ലാത്ത രീതിയിൽ പുള്ള് ചെയ്തെടുക്കണം. നമ്മുടെ ആ ചെയിൻ 3 ഇല്ലേ ഫസ്റ്റത്തെ, അതിൽ 3rd ചെയിനിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യണം. റൗണ്ട് 2ൽ നമ്മൾ ഒരു പുതിയ യാണെടുത്ത് ഇതുപോലെ ചേർത്ത് വെക്കണം. എന്നിട്ട് ഒരു ചെയിൻ 1 ചെയ്യണം. ചെയിൻ 1 ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റത്തെ സ്റ്റിച്ചിലേക്ക് ഇതുപോലെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഹാഫ് ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്യരുത്, ജസ്റ്റ് യാൺ ഇങ്ങനെ പുള്ള് ചെയ്യാം. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. എന്നിട്ട് ഇനിയും ഒന്നും കൂടെ ഈ കാണുന്നത് പോലെ യാൺ ഓവർ ചെയ്ത് ഇങ്ങനെ പുള്ള് ചെയ്തെടുക്കണം. ഇനി ഒരു തവണയും കൂടെ. അപ്പോൾ ടോട്ടൽ നമ്മൾ 3 തവണയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്ക് 7 ലൂപ്സ് കിട്ടും. ഈ 7 ലൂപ്സിലൂടെ യാൺ പുള്ള് ചെയ്ത് എടുക്കണം. അങ്ങനെ പുള്ള് ചെയ്തെടുത്തിട്ട് ഒരു ചെയിനും കൂടെ ആഡ് ചെയ്യാം. ഈ സ്റ്റെപ്പ് നമ്മൾ ഈ റൗണ്ട് മൊത്തത്തിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. യാൺ ഓവർ ചെയ്തു, യാൺ പുള്ള് ചെയ്തെടുത്തു. 1 ടൈം, സെക്കൻഡ് ടൈം അഗെയിൻ യാൺ ഓവർ ചെയ്തു, യാൺ പുള്ള് ചെയ്തെടുത്തു. ആൻഡ് 3rd ടൈം യാൺ ഓവർ ചെയ്തു, ഞാൻ പുള്ള് ചെയ്തെടുത്തു. ഇപ്പോൾ 7 ലൂപ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ടോട്ടൽ 7 ലൂപ്സിലൂടെ നമുക്ക് യാൺ പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് നമുക്കതിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. ഈ റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഇനി ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വേറൊരു യാൺ എടുക്കാം. ഈ കാണുന്നത് പോലെ ചേർത്ത് വെച്ചിട്ട് 3 ചെയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഈ ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്യരുത്. നേരത്തെ കാണിച്ച പോലെ ഇങ്ങനെ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്പ് ചെയ്യാം. എന്നിട്ട് അത് അങ്ങനെ വെക്കണം. എന്നിട്ട് പിന്നെയും അടുത്തത് ചെയ്യണം. അപ്പം നമുക്ക് ടോട്ടൽ 4 ലൂപ്പ് കിട്ടും. ആ 4 ലൂപ്പിലൂടെ വലിച്ചെടുക്കാം. 2 ചെയിൻ ചെയ്യാം. എന്നിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് പോവാം. അടുത്തതെന്ന് പറയുമ്പം ഈ 2 സെറ്റിൻ്റെ ഇടയിലുള്ള സ്പേസ്. ഇതുപോലെ തന്നെ ഡബിൾ ക്രോഷ്യ ചെയ്യാം. കംപ്ലീറ്റ് ചെയ്യരുത്. ഫസ്റ്റ് 2 ലൂപ്പിലൂടെ വലിച്ചെടുത്തേ പിന്നെ അടുത്ത ഡബിൾ ക്രോഷ്യയിലേക്ക് പോകണം. അങ്ങനെ 4 തവണ. അപ്പം നമുക്ക് 4 ലൂപ്പ് കിട്ടും.
4 ലൂപ്പിൻ്റെ കൂടെ കഴിഞ്ഞ ലൂപ്പിൽ 1 ചെയിനും കൂടെ ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ 5 ലൂപ്സ് ഇതിലൂടെ വലിച്ചെടുക്കണം. പിന്നെ 2 ചെയിൻ ചെയ്യാം. ഇത് ഈ ഹോൾ റൗണ്ടിൽ റിപ്പീറ്റ് ചെയ്യാം. ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. റൗണ്ട് 4ലേക്ക് വരുമ്പോൾ നമ്മൾ അഗെയിൻ വേറെ യാൺ എടുക്കാം. വേറെ ഏതെങ്കിലും സെയിം കളർ യാൺ എടുത്താലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഇഷ്ടം പോലെ. ഞാനിവിടെ വൈറ്റാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ യാൺ എടുത്ത് ചെയിൻ 3 ചെയ്യാം. സെയിം സ്റ്റിച്ചിൽ തന്നെ 2 ഡബിൾ ക്രോഷയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റെപ്പിലാണ് നമ്മൾ സ്ക്വയർ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് യാൺ ഓവർ ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് സ്പേസിൽ 3 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കണം. 1 2 3. 1 സെറ്റായി. ഇനി 2 സെറ്റോടെ ചെയ്യണം. അപ്പോൾ അതായത് ഡബിൾ ക്രോഷയ്ക്ക് ശേഷം അടുത്ത 3 സെറ്റിൽ നമ്മൾ 3 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യണം. ഓരോന്നിലും 3 ഹാഫ് ഡബിൾ ക്രോഷേ, അങ്ങനെ 3 എണ്ണം വീതം ചെയ്യണം. ബേസിക്കലി ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു സർക്കിളിന് ചുറ്റും സ്ക്വയർ വരച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ സർക്കിളിനെ പ്ലേസ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അതിൻ്റെ കോർണേഴ്സിൽ കുറച്ച് സ്പേസ് ഉണ്ടാവും സ്ക്വയറിൻ്റെയും സർക്കിളിൻ്റെ ഇടയിൽ. എഡ്ജസിൽ സ്പേസ് കുറവായിരിക്കും. അപ്പോൾ ആ സ്പേസ് കുറവുള്ളിടത്ത് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ വെച്ചിട്ട് ചെയ്യുന്നത്. കോർണേഴ്സിൽ സ്പേസ് കൂടുതലുണ്ടാകുമ്പോൾ നമ്മളവിടെ ഡബിൾ ക്രോഷേ ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത കോർണറിൻ്റെ സമയമായിട്ടുണ്ട്. നമ്മളവിടെ 3 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കും. 3 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് 2 ചെയിൻ ആഡ് ചെയ്യണം. 1 2. എന്നിട്ട് പിന്നെയും 3 ഡബിൾ ക്രോഷേ ചെയ്യാം. ഈ ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കവിടെ കോർണറായിട്ട് ബെൻഡായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് 3 ഡബിൾ ക്രോഷേ സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് കോർണർ ഫോമായ പോലെ ഉണ്ട്. ഇനി അടുത്ത 3 സ്റ്റിച്ചസിൽ അല്ലെങ്കിൽ 3 സെറ്റിൽ നമുക്ക് 3 ഹാഫ് ഡബിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം. അടുത്ത കോർണർ വന്നിട്ടുണ്ട്. അവിടെയും നേരത്തെ ചെയ്ത പോലെ 3 ഡബിൾ ക്രോഷേ ചെയ്യാം. എന്നിട്ട് 2 ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെയും 3 ഡബിൾ ക്രോഷേ ചെയ്യാം. എല്ലാം ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതാ കോർണർ ഫോം ചെയ്തത് കാണുന്നുണ്ടാവും. അങ്ങനെ ഇത് ചെയ്ത് ഈ റൗണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തിരുന്ന സ്റ്റിച്ചിലേക്ക് തന്നെ 3 ഡബിൾ ക്രോഷേ ചെയ്യും. കാരണം നമ്മൾ ഫസ്റ്റ് ആകെ 3 ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ലാസ്റ്റായിട്ട് എൻഡ് ചെയ്യാൻ വേണ്ടി 3 ഡബിൾ ക്രോഷേ ചെയ്യാം. എന്നിട്ട് 2 ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഫസ്റ്റ് ഉണ്ടായിരുന്ന ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ചെയിൻ 2 ചെയ്തു. എന്നിട്ട് നമ്മൾ കോർണർ എൻഡ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗ്രാനി സ്ക്വയർ. അപ്പോൾ ഇതുപോലെ 2 ഗ്രാനി സ്ക്വയർ വേണം. അങ്ങനെ 2 ഗ്രാനി സ്ക്വയർ ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു പൗച്ച് റെഡിയാക്കി എടുക്കാം. ഈ ഗ്രാനി സ്ക്വയറിൻ്റെ 3 ഭാഗം നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാം. 4ാമത്തെ ഭാഗം ഓപ്പൺ ആക്കി ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. മൂന്ന് ഭാഗവും ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ജോയിൻ ചെയ്യാത്ത മുകൾ ഭാഗം ഉണ്ടല്ലോ, അതിന് ചുറ്റും ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിതിൻ്റെ നീളം കൂട്ടാനും പറ്റും പൗച്ചിൻ്റെ. ഞാൻ ഈ ചെയ്ത ഗ്രാനി സ്ക്വയറിൽ ഫസ്റ്റത്തെ 2 യാണ് നല്ല കട്ടിയുള്ളതായിരുന്നു. അപ്പോൾ അതിന് പറ്റിയ ഹൂക്ക് സൈസ് ആയിരുന്നു 5. പക്ഷേ ഞാൻ പിന്നെ ചെയ്ത 2 യാണിനും സെയിം ഹൂക്ക് വെച്ച് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. അതുകൊണ്ട് എന്തുണ്ടായി, ഈ ലാസ്റ്റ് 2 യാണിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്പേസ് കാണാൻ പറ്റുന്നുണ്ട്. അത് ഹൂക്ക് സൈസ് വലുതായതുകൊണ്ടാണ്. കുറച്ചുകൂടി ചെറിയ ഹൂക്ക് സൈസ് ആയിരുന്നെങ്കിൽ ഫസ്റ്റത്തെ 2 യാൺ പോലെ തന്നെ നല്ല തിക്കായിട്ട് ഇടയിൽ സ്പേസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പൗച്ച് കിട്ടിയേനെ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരേ യാൺ വെച്ചിട്ട് ഒരേ ടൈപ്പ് യാൺ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല ഔട്ട്പുട്ട് കിട്ടും. 2 റൗണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ലാസ്റ്റായിട്ട് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് സിംഗിൾ ക്രോഷ്യയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പൗച്ച് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി 2 നൂല് വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് ഇതിലൂടെ എടുക്കാം. ഈ നൂലിൻ്റെ അറ്റത്ത് വേണമെങ്കിൽ ഫ്ലവറൊക്കെ വെച്ച് ഒന്നുകൂടെ മൊഞ്ചാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന വീഡിയോ. താങ്ക് യു.